എന്നെ എടുക്കട്ടെ. കുഞ്ഞിന് ഉറക്കമെന്ന് തോന്നുന്നു മോളെ, കൊണ്ട് കിടത്ത്. ഉറക്കം വന്നിട്ടൊന്നുമില്ല, മേടക്ക് ഇങ്ങനെ ഭയങ്കര വാശിയാ. അമ്മയ്ക്ക് ഞാൻ ചായ എടുക്കട്ടെ? എനിക്കൊന്നും ഇപ്പൊ ചായ വേണ്ട. അവൻ നോക്ക് ചായ കുടിക്കാണ്ട് ഇപ്പൊ പോയത്. നീ എന്തിനാ മോളെ എപ്പോഴും ഇങ്ങനെ ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നത്? കുട്ടികളുടെ അടുത്താണെങ്കിൽ തന്നെ അവന്റെ അടുത്താണെങ്കിൽ ഇങ്ങനെ തന്നെ. ഒന്ന് മയത്തിലൊക്കെ സംസാരിച്ച് നോക്ക്, അപ്പൊ അവരെ കേൾക്കില്ലേ? നല്ല ആൾക്കാരാ മയത്ത് പറഞ്ഞ മനസ്സിലാകുന്നത്. ഈ കുഞ്ഞിനോട് എനിക്ക് മയത്ത് സംസാരിക്കാൻ പറ്റുമോ? ആ ചെക്കനാണെങ്കിലും എനിക്ക് പുറകെ നടന്ന് നടന്ന് സത്യം പറഞ്ഞ മതിയായി. പിന്നെ ഇതിന് വേണ്ട കാര്യം അത് പറയാത്ത ഭേദം. ഒരു ചെറുതായിട്ടെങ്കിലും സഹായം ചെയ്തു തരണ്ടേ? അതുമില്ല. എന്നിട്ട് മനസ്സിലാക്കാണ്ട് വായത്തൊന്നേക്ക് വിളിച്ചു പറയും. അതൊക്കെ കേട്ട് ഞാൻ മിണ്ടാതെ നിൽക്കണം. എടി, ഞാൻ എപ്പോ വരുമ്പോഴും നിന്റെ മുഖത്തൊരു തെളിമിന് ഇന്ന് വരെ കണ്ടിട്ടില്ല. ഒന്ന് ചിരിച്ചും കളിച്ചൊക്കെ നടന്നു നോക്ക്, വീട്ടിനൊരു ഐശ്വര്യം വരും. പിന്നെ ചിരിച്ചും കളിച്ച് നടക്കാനൊക്കെ നന്നായിട്ട് തോന്നും. അമ്മയ്ക്ക് അറിയാണ് എന്റെ അവസ്ഥ എന്താന്നുള്ളത്. രാത്രി എനിക്ക് മുഴുവൻ ഉറക്കില്ല ഈ കുഞ്ഞിന് പാല് കൊടുത്തിട്ടും ഇത് ഉറങ്ങാണ്ട്. അതിന്റെ ഇടയ്ക്ക് രാവിലെ ഒരു തുടങ്ങും എന്നെ കുറ്റപ്പെടുത്തി നടക്കാൻ വേണ്ടിട്ട് ഇവിടുത്തെ ഒരാള്. പിന്നെ കുട്ടികളെ പുറകെ നടക്കണം, ഭക്ഷണം ഉണ്ടാക്കണം, വീട്ടിലെ പണി ചെയ്യണം, എല്ലാം കൊണ്ട് എനിക്ക് മടുത്തു. ഏട്ടന്റെ അമ്മയോട് കുറച്ച് ദിവസം വന്ന് നിൽക്കാൻ പറഞ്ഞ് നിൽക്കൂല. കല്യാണം കഴിഞ്ഞ് അന്ന് പോയത് എന്റെ ചിരിയും സന്തോഷം. എന്റെ കുഞ്ഞിനെ പറഞ്ഞില്ല കേട്ടോ അമ്മ. മോനെ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ പറയാനുള്ളേ? എനിക്ക് മോനോട് ഇങ്ങനെ പറയാൻ പറ്റുമോന്ന് അറിയില്ല. ഇനിയും ഞാൻ പറഞ്ഞിട്ടില്ലെങ്കിലേ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സമാധാനം പറഞ്ഞ് നിങ്ങൾക്ക് ഉണ്ടാവില്ല. അവസാനം നിങ്ങൾ രണ്ടാളുടെ ജീവിതം നരക തുല്യമായി മാറും. എന്റെ മോൾ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. ചിരിച്ചും കളിച്ചും തമാശയൊക്കെ പറഞ്ഞ് നടക്കുന്ന ഒരു കുട്ടിയായിരുന്നു. ഇപ്പൊ കുറച്ച് വർഷമായിട്ട് അവളുടെ മുഖത്തൊരു ചിരി പോലും ഞാൻ കണ്ടിട്ടില്ല. മോനൊന്ന് ആലോചിച്ചു നോക്ക്. ഈ രണ്ട് കുട്ടികളുടെ കൂടെ രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ കഷ്ടപ്പെടണം. എന്തെല്ലാം കാര്യങ്ങൾ വീട്ടിൽ ചെയ്യണം. വീട്ടിലെ പണിയും, വലുതിനെ സ്കൂളിൽ കൊണ്ടാക്കണം, വിളിച്ചിട്ട് വരണം. ചെറുതിന് 10 മാസമല്ലേ ആയിട്ടുള്ളൂ. അതിനെ കൂടെ പെടാ പാടുപെടും. ഞാൻ വന്നപ്പോഴും കാണുന്നതല്ലേ ഇവിടുത്തെ കാര്യങ്ങൾ ഓരോന്നും. സത്യം പറയാൻ ആൾക്കിപ്പോ ഒന്നിനും സമയമില്ല. ഈ ടെൻഷനും ആവലാതിയും ദേഷ്യം അത് മാത്രമേ ഉള്ളൂ. എന്തിനധികം പറയുന്നു? ഒന്ന് അയൽക്കാരോട് സംസാരിക്കാനോ എടുക്കാനോ എന്തിനെങ്കിലും ഒരു സമയം കിട്ടുന്നുണ്ടാ? എന്നാലും അവൾക്കൊരു മനസ്സിലൊരു സമാധാനം കിട്ടും. അതുമില്ല. ഈ സമയത്ത് മോനും കൂടി അവളെ മനസ്സിലാക്കാതിരുന്നാലോ അവൾക്ക് എങ്ങനെ ഉണ്ടാവും? ഞങ്ങളൊക്കെ വന്ന് നിൽക്കണതിന് ഒരു പരിധിയില്ല മോനെ. വേണേ 2 ദിവസം 3 ദിവസം വന്ന് നിൽക്കാൻ പറ്റും. ഇപ്പൊ അവൾക്ക് ഏറ്റവും വേണ്ടത് മോന്റെ സപ്പോർട്ടാ.